ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കാം. ആദ്യം തന്നെ കേരള സർവകലാശാല 2024 ഫെബ്രുവരിയിൽ നടത്തിയ 3ാം സെമസ്റ്റർ MSc എൻവയോൺമെൻറ്റൽ സയൻസ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM പോർട്ടൽ മുഖേന നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 22-ാം തീയതി വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാം. അതുപോലെ SLCM പോർട്ടൽ മുഖേനയുള്ള പേയ്മെൻറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പഠനകേന്ദ്രം വഴി നടത്തിയ 1ഉം 2ഉം സെമസ്റ്റർ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റെഗുലർ 2022 അഡ്മിഷൻ, ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി 2021 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 2020-19 അഡ്മിഷൻ, മേഴ്സ് ചാൻസ് 18-17 അഡ്മിഷൻ ജനുവരി 2024 പരീക്ഷയുടെ ഫലവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റീവാലുവേഷൻ സ്ക്രൂട്ടിനിക്ക് ഓഗസ്റ്റ് 19 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി പ്രൈവറ്റ് രജിസ്ട്രേഷൻ അപേക്ഷാ തീയതി നീട്ടിയിരിക്കുന്നു. BA BCom BA അഫ്സൽ ഉലൂമ, BBA BCom അഡീഷണൽ ഇലക്ട്രിക് കോ ഓപ്പറേഷൻ, BCom അഡീഷണൽ ഇലക്ട്രിക് ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ കോഴ്സുകൾക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ മുഖേന ഫൈൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓഗസ്റ്റ് 27 വരെയും ഫൈനോട് കൂടി നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 7 വരെയുമായിരിക്കണം. അപേക്ഷയും അനുബന്ധ രേഖകളും അവസാന തീയതിക്കുള്ളിൽ കേരള സർവകലാശാല തപാൽ വിഭാഗത്തിൽ എത്തിക്കേണ്ടതാണ്. ദെൻ ടൈം ടേബിൾ ആണ്. 4ാം സെമസ്റ്റർ MLL വൈവാവോസി പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ് BA BSc BCom BBA BCA BPA BMS BSW BVOC എന്നീ CBCSS മേഴ്സ് ചാൻസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ സൈറ്റിൽ അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടത്തെ 7ാം സെമസ്റ്റർ 2020 സ്കീം മെയ് 2024 റെഗുലർ ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ചിൻ്റെ പ്രായോഗിക പരീക്ഷ ഓഗസ്റ്റ് 22 ആരംഭിക്കും. 1ാം സെമസ്റ്റർ BCom CBCSS ജനുവരി 2024 പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോ വെച്ച് തിരിച്ചറിയൽ കാർഡും ഹോൾ ടിക്കറ്റുമായിട്ട് റീവാലുവേഷൻ സെക്ഷനിൽ EJ7 ഓഗസ്റ്റ് 13 മുതൽ 17 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഹാജരാകണം. ഇനി കേരള സർവകലാശാല യൂണിയൻ 2023-24 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സർവകലാശാല സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. സോ ഇത്രയുമാണ് നിലവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.